സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായം ചെയ്തു തരിക. മാത്രമല്ല, ജോയിൻ എന്ന ബട്ടണിൽ അമർത്തിയാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. അതിനൊരു സൗകര്യം ഞങ്ങളിപ്പോൾ ചാനൽ ഒരുക്കിയിരിക്കുകയാണ്. ആ മെമ്പർഷിപ്പിൽ 89 രൂപ അടച്ചാൽ ബേസ് മോഡൽ കിട്ടും, സിൽവർ. 199 രൂപ അടച്ചാൽ ഗോൾഡ്, 1999 രൂപ അടച്ചാൽ ഡയമണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ എടുക്കുക, മെമ്പർഷിപ്പ് എടുക്കണം. കുറേ പേരെങ്കിലും മെമ്പർഷിപ്പ് എടുക്കണം. കാരണം മെമ്പർഷിപ്പ് എടുത്താൽ ഞങ്ങൾക്ക് വരുമാനം കിട്ടുമെന്ന് മാത്രമല്ല, കുറേ കൂടി ഒരു ചാനലിൻ്റെ ഒരു അഭിമാനവും അന്തസ്സുമൊക്കെ വരുന്നത് കുറേ അംഗങ്ങളുണ്ട് എന്നറിയുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ നിലയിലുള്ള സഹായം കൂടി എല്ലാ ഭാഗത്തു നിന്നുണ്ടാവണം. ആഗോള വാർത്തകളും ലോക സാമ്പത്തികക്രമവും ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളും ചെയ്യുന്നൊരു ചാനലാണിത്. ഇതൊരു ന്യൂസ് ചാനൽ പോലെ എൻ്റർടൈൻമെൻറ്റ് ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ചാനലാണ്. എന്തായാലും നരേന്ദ്രമോദി അവസാനം മണിപ്പൂരിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ വലിയ സമരം നടന്നു, വംശീയ കലാപം നടക്കുന്നു, രണ്ട് വിഭാഗം തമ്മിൽ വലിയ തർക്കമാണ് നടക്കുന്നത്. അങ്ങനെ തർക്കം നടക്കുന്നതിനിടയിൽ 2023 മെയ് മാസത്തിലാണ് വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഏകദേശം 1.5 വർഷത്തിലധികം 10-18 മാസമായ അവിടെ വലിയ കലാപമാണ്. എല്ലാവരും അപ്പോഴേ പറയുന്ന കാര്യമാണ്, എന്തുകൊണ്ട് മണിപ്പൂരിൽ മോഡി പോകുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എന്നാൽ മണിപ്പൂരിലേക്ക് നരേന്ദ്രമോദി പോകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. 13-നാണ് മിസോറാമിൽ പോകുന്നുണ്ട്. മിസോറാമിൻ്റെ തലസ്ഥാനമായ ഐസ്വാളിൽ ഒരു ആസാമിലെ സിൽച്ചാറുമായി ബന്ധിപ്പിക്കുന്ന 53.38 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യാനാണ് ഐസ്വാളിലേക്ക് പോകുന്നത്. അങ്ങനെ ഐസ്വാളിലേക്ക് പോകുന്ന കൂട്ടത്തിൽ, മിസോറാമിൽ പോകുന്ന കൂട്ടത്തിൽ മണിപ്പൂരിലും മോഡി പോകും എന്നാണ് അറിയുന്നത്. മണിപ്പൂരിലേക്കുള്ള മോഡിയുടെ പോക്ക് വലിയ മഞ്ഞുരുകൽ ഉണ്ടാക്കും. കാരണം പ്രധാനമന്ത്രിയെ പോലുള്ള ആൾ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഡൽഹിയുടെ ഒരു അറ്റൻഷൻ അവിടെ വരും. പിന്നെ ആഭ്യന്തരമന്ത്രിയുടെയും മറ്റ് സംവിധാനങ്ങളുടെ ഒരു അറ്റൻഷൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മോദി മണിപ്പൂരിലെത്തുന്നത് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. പക്ഷേ ഔദ്യോഗികമായി ഇനിയും സ്ഥിരീകരണം വരണം. എന്നാലും വാർത്തകൾ വന്നിട്ടുണ്ട്. ഔദ്യോഗികമായുള്ള ഡേറ്റും പ്ലാനും സമയവും ഒക്കെ ഇനി സ്ഥിരീകരിച്ച് വരേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഒരു വാർത്ത എന്നുള്ള നിലയിൽ പുറത്തുവിടുകയാണ്. 13-ന് മോഡി മണിപ്പൂരിൽ പോകും എന്നുള്ളതാണൊരു വാർത്ത. അങ്ങനെ മണിപ്പൂരിൽ ഉണ്ടായി വരുന്ന ഈ വംശീയ കലാപം, അല്ലെങ്കിൽ രണ്ട് വംശങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പേ നിലനിൽക്കുന്ന പ്രശ്നമാണ്. അതിൽ രണ്ട് വിഭാഗത്തിനും രണ്ട് വിഭാഗത്തിൻ്റേതായ ന്യായ അന്യായങ്ങളുണ്ട്. എന്തായാലും അത് അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. എങ്കിൽ പോലും രണ്ട് വിഭാഗം ആളുകൾ രണ്ട് പ്രദേശത്തായി നിന്നിട്ട് പരസ്പരം കൈമാറുന്ന അല്ലെങ്കിൽ കയ്യേറ്റം നടത്തുന്ന സ്ഥിതിയാണുള്ളത്. രണ്ട് കൂട്ടരും അവരവരുടെ സ്ഥാനം വിട്ടുകൊടുക്കുകയുമില്ല, പുതിയ സ്ഥലത്ത് അവർക്ക് കയ്യേറ്റം വേണുകയും താനും. അതാണ് അവിടുത്തെ ഒരു ധാരണ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയിൽ മോഡിയുടെ സന്ദർശനം നമുക്ക് മാറ്റി തീർക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നരേന്ദ്രമോദി മണിപ്പൂരിലെത്തട്ടെ. മണിപ്പൂരിൽ ധാരാളം ആളുകളെ പരസ്പരം കൊല്ലുന്നുണ്ട്. അതിൽ ക്രിസ്ത്യാനികൾ ആരെങ്കിലും മരിക്കുമ്പോൾ രാജ്യത്താകെ ഇതാ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത പോകും. ഹിന്ദുക്കളാരെങ്കിലും മരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ശരിക്കും ക്രിസ്തീയ ഹിന്ദു തർക്കമല്ല അവിടെ ഉള്ളത്. അവിടത്തുള്ള തന്നെ രണ്ട് വിഭാഗം ആളുകൾ തമ്മിലുള്ള തർക്കമാണ്. അവർ സഹോദരങ്ങളാണ്, ബന്ധുക്കളാണ്. അവർ തന്നെ ചേരിതിരിഞ്ഞ് നിന്നൊക്കെ തല്ലുകയാണ്. അവർ അവിടെ ഉള്ളവരാണ്, രണ്ട് സമുദായത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അവരൊരു ഒരേ വിഭാഗം ആളുകളാണ്. പക്ഷേ പരസ്പരം പോരടിക്കുകയും തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും മോഡി അവിടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തീരുമാനം വരട്ടെ. മണിപ്പൂർ ശാന്തമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.